വില്ലൻ വേഷങ്ങളിലൂടെ എത്തി ഹാസ്യതാരങ്ങളായി മാറിയ മലയാളം നടന്മാർ. കൊച്ചിൻ കനീഫ 1970-കളിൽ വില്ലൻ വേഷങ്ങളോട് സിനിമയിലെത്തിയ താരമായിരുന്നു കൊച്ചിൻ കനീഫ എന്ന നമ്മുടെ സ്വന്തം കനീഫിക്ക. വില്ലൻ വേഷങ്ങളോടെയാണ് തുടങ്ങിയതെങ്കിലും ഹാസ്യ വേഷങ്ങളോടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകളിലായി 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തിൽ പഞ്ചാബി ഹൗസ്, മഴത്തുള്ളിക്കിലുക്കം, ചക്കരമുത്ത്, അരയന്നങ്ങളുടെ വീട്, സൂത്രധാരൻ, കസ്തൂരിമാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളി മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. ഒരു സന്ദേശം കൂടി, ആൺകിളിയുടെ താരാട്ട്, വാത്സല്യം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. കടത്തനാടൻ അമ്പാടി, ലാൽ അമേരിക്കയിൽ, ഇണക്കളി എന്നിവയുടെ തിരക്കഥാകൃത്തായി. നിഷ്കളങ്ക ഹാസ്യമായിരുന്നു കൊച്ചിൻ കനീഫയുടെ മുഖമുദ്ര. കനീഫയുടെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ഹാസ്യത്തിന്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു. വില്ലനായി വന്ന് സംവിധായകനായും തിരക്കഥാകൃത്തായും കൊമേഡിയനായും ഒക്കെ തിളങ്ങിയ കനീഫ വിവാദങ്ങളിലോ താരചാടുകളിലോ ഉൾപ്പെടാത്ത ഒരു നടൻ കൂടിയായിരുന്നു. കിരീടത്തിലെ ഹൈദ്രോസും മാന്നർമത്തയിലെ എൽദോയും പഞ്ചാബി ഹൗസിലെ ഗംഗാധര മുതലാളിയും കൊച്ചിൻ കനീഫ അനശ്വരമാക്കിയ അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. 2010 ഫെബ്രുവരി 2 കൊച്ചിൻ കനീഫ എന്ന അതുല്യ കലാകാരൻ ഈ ലോകത്തുനിന്ന് യാത്രയായി. അന്നും ഇന്നും കൊച്ചിൻ കനീഫയ്ക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്നാണ് സത്യം. ഗനീഫയ്ക്ക് തുല്യം ഗനീഫയ്ക്ക് മാത്രം. ബാബുരാജ് ഒരു കാലത്തെ മലയാളത്തിലെ സുന്ദര വില്ലന്മാരിൽ ഒരാൾ. ബാബുരാജ് ഉണ്ടോ മിനിമം 2 കൊലപാതകം ഉറപ്പാണ് സിനിമയിൽ. മലയാളത്തിൽ ഇത്രത്തോളം നായകന്മാരെ ഇടികൊണ്ടൊരു വില്ലൻ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ ശരീരമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. പുള്ളി വന്നെന്ന് നിറഞ്ഞു നിന്നാൽ നായകന് കുറച്ചൊന്ന് വിയർക്കേണ്ടി വരും. 2011 എന്നാൽ കഥയാകെ മാറുകയായിരുന്നു. സാൾട്ട് ആൻഡ് പെപ്പറിൽ പോരുന്നോ എന്റെ കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ലാൽ അദ്ദേഹത്തെ വിളിച്ചു കയറ്റിയത് കോമഡി സാമ്രാജ്യത്തിലേക്ക് കൂടിയായിരുന്നു. കുക്ക് ബാബു എന്ന കഥാപാത്രം അങ്ങനെ ബാബുരാജിന് സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. പിന്നീട് ഗവിയിലേക്കുള്ള ബസ്സിൽ ഓടിക്കേറിയെന്ന് പറയാനാവില്ല, ആടി കയറിയ അദ്ദേഹം ഗവി ബോയിയായി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് നിരവധി കോമഡി കഥാപാത്രങ്ങൾ. അങ്ങനെ ആ സ്ഥാന വില്ലൻ പട്ടത്തിൽ നിന്നും മോചനം. ജനാർദ്ദനൻ 1970-കളിൽ വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മറ്റൊരു നടൻ. 1977 അടൂർ ബാസി സംവിധാനം ചെയ്ത അച്ചാരം അമ്മണി ഓശാരം ഓമന എന്ന ചിത്രത്തിലൂടെയാണ് ജനാർദ്ദൻ അഭിനയ രംഗത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധി പ്രതിനായക വേഷങ്ങൾ. 1987 പുറത്തിറങ്ങിയ ഒരു CBI ഡയറക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രതിനായക വേഷത്തിൽ നിന്ന് ഹാസ്യ അഭിനേതാവ് എന്ന നിലയിലേക്ക് ജനാർദ്ദനൻ മാറുന്നത്. CID ഉണ്ണികൃഷ്ണൻ, BA ബീഡിലെ ഋഷികേശൻ നായർ, ദിക്കാറിലെ കുമാരേട്ടൻ, ദേവതൂന്നലിലെ പ്രിൻസിപ്പാൾ കഥാപാത്രം, വാമനപുരം ബസ് റൂട്ടിലെ ബാഹുലയൻ, തൊമ്മനും മക്കളിലെ പണിക്കർ, മാന്നാർ മത്തയായിലെ ഗർവാസി സാശാൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ. 1997 കഥാനായകൻ എന്ന ചിത്രത്തിൽ പിന്നണി ഗായകനായും പ്രവർത്തിച്ചു. 180-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ഇപ്പോഴും ചലച്ചിത്ര രംഗത്ത് സജീവമാണ്. സ്ഫടികം ജോർജ് 1995 ഭദ്രൻ സംവിധാനം നിർവഹിച്ച സ്ഫടികം എന്ന സിനിമയാണ് സ്ഫടികം ജോർജിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഈ സിനിമയിലെ SI ജോർജ് കുറ്റിക്കാടൻ എന്ന വില്ലനായ പോലീസ് ഓഫീസറുടെ വേഷം മികവുറ്റ രീതിയിൽ അവതരിപ്പിച്ച ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടുവാൻ തുടങ്ങി. സ്ഫടികത്തിന് ശേഷം മലയാള സിനിമയിലെ പ്രധാന വില്ലന്മാരിൽ ഒരാളായി മാറിയ സ്ഫടികം ജോർജ് മലയാളത്തിൽ ഇതുവരെ 120-ലധികം സിനിമകളിൽ അഭിനയിച്ചു. വില്ലൻ വേഷങ്ങൾക്കൊപ്പം തന്നെ കർക്കശക്കാരനായ പോലീസ് ഓഫീസറായും വേഷമിട്ട ജോർജ് 2007 റിലീസായ ഹലോ എന്ന സിനിമയിലെ വെടക്കുവക്കൻ എന്ന കഥാപാത്രത്തോടെ കോമഡി റോളുകളിലേക്ക് ചൂടുമാറി. 2021 വരെ മലയാള സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമയിൽ അത്ര സജീവമല്ല. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ഒന്ന് ഷെയർ ചെയ്യുക. 2ാം ഭാഗവുമായി വീണ്ടും എത്താം. നന്ദി.